ഡിവൈഎഫ്ഐ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കൊല്ലം പൂരത്തിൽ കുടമാറ്റത്തിനിടയിൽ ആർഎസ്എസിന്റെ സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൊല്ലം ചിന്നക്കട ബസ് ബേയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോം ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ഒരു ഉത്സവത്തിന് നേരെ ബോധപൂർവമായി വർഗീയതയുടെ വിഷം തുളുമ്പുന്ന ഒരു വ്യക്തിയുടെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമം നടന്നത് ദൗർഭാഗ്യകരമാണ്. സാധാരണ നമുക്കറിയാം, ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആകുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉയർത്തി കാണിക്കാറുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി കാണിക്കാറുണ്ട്. നാടിന് മികച്ച സംഭാവനകൾ നൽകിയ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ചിത്രങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ എത്ര ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാവാത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആ സ്ഥാപക നേതാവിന്റെ കൊല്ലം പട്ടണത്തിലെ മഹോത്സവമായിട്ടുള്ള കൊല്ലം പൂരത്തിനകത്ത് കാണിച്ചത്? എന്താണ് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതിന് പിന്നിലുണ്ടായ കാരണം? കൊല്ലം ആശ്രമം മൈതാനത്ത് നടന്ന കൊല്ലം പൂരത്തിൽ കെട്ടുകാഴ്ചയുടെ ഭാഗമായി കുടമാറ്റം നടന്നിരുന്നു. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായുള്ള കലാപ്രകടനമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. എന്നാൽ സമൂഹത്തിൽ വിദ്വേഷം വളർത്താൻ ഉദ്ദേശത്തോടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വർഗീയവാദിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ബ്രിട്ടീഷ് ഒറ്റുകാരനുമായിരുന്ന ആർഎസ്എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു. ഇത് സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ക്രിമിനൽ നടപടിയാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായി ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നാലയലത്തുകൂടെ പോലും സഞ്ചരിച്ചിട്ടില്ലാത്തവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികളാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകന്മാരാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്ഷേത്ര ഉത്സവങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങളെ പൂർണ്ണതോതിൽ ലംഘിക്കുന്നതുമാണ്. ഇതിനെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതി DGP, കേരള ഹൈക്കോടതി രജിസ്ട്രാർ എന്നിവർക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചിന്നക്കട ബസ് ബേയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാമോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശബരിനാഥ്, R. അനിൽ, K. സുധീഷ്, U. പവിത്ര, TP അഭിമന്യു, മുഹമ്മദ് ബിലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കും. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.